സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ ഡൂംസ്ഡേ എങ്ക பார்த்தாലും നീ എന്ന് പറയുന്ന ഒരു ഡൂംസ്ഡേ ലീക്കിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇത്ര നാൾ ഈ പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുമെന്നുള്ളൊരു കാര്യത്തിലുള്ള ലീക്കുകളും പരിപാടികളാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു വഴി കൂടെ മുന്നോട്ട് കിടന്നിട്ട് മൊത്തം പടത്തിന്റെ ആ ഒരു സ്റ്റോറിയിലെ തന്നെ ലീക്കായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് സർപ്രൈസിംഗ്ലി പരിപാടി കൊള്ളാം, ഒരു പരിധിവരെ വിശ്വസനീയമാണിത്. നമുക്ക് ഇന്നോളം ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ട് കിട്ടിയിട്ടുള്ള ലീക്കുകളും അവർ പ്രൊമോ മെറ്റീരിയൽസ് എന്ന പേരിൽ പുറത്തുവിട്ടിട്ടുള്ള മെയിൻ സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു പരിധി വരെ ഞാൻ ഈ പറയാൻ പോകുന്ന ലീക്കുമായിട്ട് ചെറിയ സമാനതകളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്പോയിലർ വാർണിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങ് കൊടുക്കുവാണ്. മേ ബി ഇതുപോലെ പടത്തിൽ വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ എക്സ്പീരിയൻസ് റൂയിനായി എന്ന് പറഞ്ഞാൽ ആരും വന്നേക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുമ്പോഴും മറുവശത്തൊരു ലീക്ക് എന്ന് പറഞ്ഞാൽ അത് ലീക്ക് തന്നെയാണ്. സോ അതിൽ തന്നെ ഒരുപാട് ലൂപ്പ് ഹോൾസും പരിപാടികളൊക്കെ ഉണ്ടാവും. സോ കുറെ ചകയെ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും വന്നേക്കാം. സോ കഥയിൽ ചോദ്യമില്ല. പറയാൻ പോകുന്ന ഈ ഒരു ലീക്ക് ഇതുപോലെ തന്നെ പടത്തിൽ വരും എന്നല്ല, എന്നാൽ നമ്മൾ ഇതുവരെ ഡൂംസ്ഡേയുടെ ഭാഗമായിട്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഇതുപോലെ പടത്തിൽ വന്നാലും അതിശയപ്പെടാനില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ എനിക്കിപ്പോൾ നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റും. കൂടുതൽ കൊണ പറയാതെ കാര്യത്തിലേക്ക് കിടക്കാനല്ലേ. സോ കാര്യത്തിലേക്ക് കടന്നു കളയാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഇൻസൈഡ് റിപ്പോർട്ട്സ് പ്രകാരം സ്ട്രോങ് റൂമർ വഴി നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ തുടക്കം, ഐ മീൻ ഓപ്പണിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നേ വരെ സിനിമാറ്റിക് ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ മിക ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു പരിപാടിയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ മിക ബ്രഹ്മാണ്ഡമായിട്ട് റൂസ് ഓഫ് ദ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ന്യൂയോർക്ക് സിറ്റി മൊത്തത്തിൽ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് തുടക്കം തന്നെ കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാർവൽ യൂണിവേഴ്സിൽ കണ്ടുപരിചയിച്ച ആ ഒരു യൂണിവേഴ്സ് അല്ല. നമ്മുടെ ടോബി മെഗറിന്റെ സാം റൈമി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ ആ ഒരു യൂണിവേഴ്സാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു യൂണിവേഴ്സ് നശിപ്പിക്കാൻ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, എക്സ്മാൻ തന്നെയാണ്. ആദ്യം തന്നെ നമ്മുടെ ഡെഡ്പൂളും വൂൾവറിനും കൂടിയിട്ട് ഇപ്പോൾ സ്പൈഡർമാനെ, ടോബി മെഗറിന്റെ സ്പൈഡർമാനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, പടത്തിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ലെജൻഡറി ആക്ടേഴ്സ് ടോബി മെഗ്യൂർ ആൻഡ് ഹ്യൂഗ് ജാക്മാൻ, ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. എന്നാൽ സ്പൈഡർമാൻ കൂടുതലും ഈ ഒരു ഫൈറ്റിൽ ഫോക്കസ് ചെയ്യാതെ വേറൊരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ ഒത്ത നടുക്കായിട്ട് ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയർ ബോംബ് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്മാനിൽ തന്നെ മിസ്റ്റർ ബീസ്റ്റ് ആണ് ഈ ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയർ ബോംബ് അവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. ആൻഡ് പുള്ളി ഇതിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. സ്പൈഡർമാനും ആ ഒരു സ്ഥലത്തേക്ക് എത്തി അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്റെ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുര കത്തുമ്പോൾ തന്നെ ഞാൻ വാഴ വെട്ടു എന്ന് പറയുന്ന കൂട്ട് മാഗ്നെറ്റോ ആണെങ്കിൽ വേറൊരു സൈഡിൽ കൂടെ ആ ഒരു മൊത്തം യൂണിവേഴ്സിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി മാഗ്നെറ്റോന്റെ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഇയൻ മെക്കലം ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കുറി ചെറിയ കളികളൊന്നുമല്ല, ഞാൻ ആ ന്യൂയോർക്ക് സിറ്റിനെ മൊത്തത്തിൽ അങ്ങ് അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. സോ അതും ഇതും കൂട്ടി വായിക്കുമ്പോൾ ഇറ്റ്സ് പോസിബിൾ. എന്നാൽ കാര്യങ്ങൾ നമ്മുടെ സ്പൈഡർമാന്റെ കയ്യിൽ നിൽക്കുന്നില്ല. ആ ഒരു മൊത്തം യൂണിവേഴ്സ് തന്നെ ഡിസ്ട്രോയ് ആയിപ്പെടുകയാണ്. ഓക്കെ, എന്തിനാണ് ഈ ഒരു എക്സ്മാൻ ടീം ഈ ഒരു ടോബി മേഗറിന്റെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻക്വേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് രണ്ട് പ്ലാനറ്റ്സ് തമ്മിൽ കൂടിച്ചേരുന്ന, അതായത് കൂട്ടിയിടിച്ച് നശിക്കുന്ന ആ ഒരു വലിയ പ്രോസസ്സ്. സോ അതിന് മുമ്പ് ഈ ഒരു പ്രോസസ്സ് ഇല്ലാതാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് ഓൾറെഡി ഇല്ലാതാവണം. സോ സ്വന്തം യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാഗ്നെറ്റോന്റെ നേതൃത്വത്തിൽ എക്സ്മാൻ ടീം മൊത്തം ചേർന്നിട്ട് ഈ ഒരു ടോബി മേഗറിന്റെ യൂണിവേഴ്സിനെ മൊത്തത്തിൽ അങ്ങ് തൂക്കുന്നത്. സോ പ്രൊഫസർ എക്സിന് ഇത് അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലെങ്കിലും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പുള്ളിയും അങ്ങ് മനസ്സോടെ ഇത് കണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്ത നേരെ നമ്മുടെ എൻ ഗെയിമിന്റെ ടൈം ലൈനിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ പാസ്റ്റിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിന്റെ ഫ്യൂണറലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ടോണിയുടെ ഫ്യൂണറിൽ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ സാമിന്റെയും ബക്കിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ആ ഒരു ടൈം സ്റ്റോൺസ് എടുത്തുകൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി പോവാണ്. സോ ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കാൻ പോകുന്നെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ ഒരു ടൈം ട്രാവലിനെ ബേസ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരു പടം സെപ്പറേറ്റ് തന്നെ വരുന്നു എന്നുള്ളൊരു റൂമേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫൈനൽ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ചാൻസ് ഇല്ല. സോ ഇൻഫിനിറ്റി സ്റ്റോൺസ് തിരിച്ചു വെക്കുന്ന ക്യാപ്റ്റന്റെ ഈ ഒരു സീക്വൻസ് ഒക്കെ ഒരു മോണ്ടാഷ് പോലെ കട്ട് ചെയ്ത് പെട്ടെന്ന് കാണിച്ചു പോകാനാണ് സാധ്യത. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ എൻഡ് ഗെയിമിൽ കണ്ടിട്ടുള്ള ആ ഒരു സീക്വൻസുകളൊക്കെ വീണ്ടും കാണുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അവിടെ നിന്ന് ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരുന്നില്ല, പെഗി കാർട്ടറിന്റെ കൂടെ സ്റ്റേ ചെയ്യുവാണ്. പക്ഷേ ടൈം ലൈനിൽ ഇത്ര വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് അധികകാലം അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ ക്യാപ്റ്റനെ കാണാനായിട്ട് സാക്ഷാൽ ലോക്കി തന്നെ അവിടേക്ക് വരുന്നു എന്നുള്ളൊരു രീതിക്കാണ് ഈ ഒരു റൂമേഴ്സ് പോകുന്നത്. സോ ഓൾറെഡി ഇവിടെ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സ്റ്റീവിന് ഇവിടെ നിന്ന് വേറൊരു ക്യാപ്റ്റൻ അമേരിക്ക ഇല്ലാത്തൊരു യൂണിവേഴ്സിലോട്ട് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞിട്ട് ലോക്കി തന്നെയാണ് ക്യാപ്റ്റൻ അമേരിക്കയെ ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. പ്രതിഫലമായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ടിവിക്ക് വേണ്ടിയിട്ട് ചെറിയ മിഷൻസിനെല്ലാം പോകുന്ന രീതിയിലും ചെറിയ സീക്വൻസുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക ഇല്ലാത്ത ഫണ്ടാസ്റ്റിക് ഫോർ സൂപ്പർ ഹീറോസ് ആയിട്ട് വിലച്ച് നടക്കുന്ന എർത്ത് 628 യൂണിവേഴ്സിൽ ഒരു 10 വർഷത്തേക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ജീവിച്ചു പോവാണ്. ഒരു മോൻ ഉണ്ടാവുന്നുണ്ട്. ആ മോന് തന്റെ കൂട്ടുകാരനായിട്ടുള്ള ജെയിംസിന്റെ പേര് തന്നെയാണ്, ബക്കിയുടെ പേര് തന്നെയാണ് ഇടുന്നത്, ജെയിംസ്. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കണ്ടിട്ടുള്ള ആ ഒരു ഡൂമിന്റെ എൻട്രി സീക്വൻസിലേക്കാണ്. ആരുടെ തന്റെ കൊച്ചിന്റെ ഒപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് സ്റ്റോം പേടിച്ചങ്ങോട്ട് വരുന്ന രീതിയിലാണ് ആ സീക്വൻസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ വൺസ് അത് ഡൂം ആണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്റ്റോമിന് വലിയ പേടിയൊന്നും കാണത്തില്ല. കാരണം ഇവർക്ക് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്നാൽ ഇവർക്ക് പരിചയമുള്ള ഒരു വിക്ടർ വോൺ ഡൂം അല്ല അവിടെ വന്നിട്ടുണ്ടാവുക. പുള്ളിയുടെ മുഖത്തിലൊക്കെ ചെറിയ ചില സ്കാർസ് ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിലൊരു വേറെ മാതിരിയാണ് പുള്ളി വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോം എന്ത് ചെയ്യുന്നു, നേരെ റീഡ് റിച്ചാർഡ്സിനെ വിളിക്കുന്നു. റീഡും വന്നിട്ട് ഡൂമിനെ കണ്ടിട്ട് ഇതിന്റെ മോന്തയ്ക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് സുഖവിവരം അന്വേഷിക്കുമ്പോഴാണ് ഡൂം ആ കാര്യം പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിൽ ഇപ്പൊ
ഇൻകേഷൻ സംഭവിക്കാൻ പോവാണ്. നമ്മുടെ യൂണിവേഴ്സിനെ നോക്കി ഒന്നല്ല 2 പ്ലാനറ്റുകളാണ് വരുന്നത്. സോ ടോട്ടലി 3 പ്ലാനറ്റുകൾ കൊളൈഡ് ചെയ്തിട്ട് എല്ലാ യൂണിവേഴ്സും നശിക്കാൻ പോവാണ്. സോ നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഡൂം റീഡിനോട് പറയുവാണ്. ഡൂം പറയുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ റീഡിന് ചെറിയൊരു സംശയമുണ്ട്. സോ പുള്ളി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു, തന്റെ യൂണിവേഴ്സിന് എന്തെങ്കിലും ഡേഞ്ചർ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ സംഭവം സത്യമാണ്. സോ ഇങ്ങനെ ഒരു ഇൻകേഷൻ നടക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ തന്റെ യൂണിവേഴ്സിൽ ഒരു അനോമലി, അതായത് ഈ ഒരു യൂണിവേഴ്സിൽ വരാൻ സാധ്യതയില്ലാത്ത വേറൊരു യൂണിവേഴ്സിൽ നിന്ന് ആരോ ഒന്ന് താമസിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഈ ഒരു ഇൻകേഷൻ നടക്കാൻ പോകുന്നതെന്നും നമ്മുടെ റീഡിന് മനസ്സിലാവുന്നു. അധികം അന്വേഷിക്കേണ്ടി വരുന്നില്ല, ക്യാപ്റ്റനാണ് ആ ഒരാളെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. സോ ഇവരെല്ലാവരും കൂടി നേരെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്ത് എന്ന് പറയുന്നു, നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരാളല്ല, നിങ്ങൾ ഇപ്പോൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സ് മൊത്തം ഇപ്പോൾ ഒരു ഡേഞ്ചർ അവസ്ഥയിലാണെന്നുള്ളൊരു കാര്യമൊക്കെ ക്യാപ്റ്റനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 2 യൂണിവേഴ്സുകൾ ഇവിടെ കൊളൈഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ രണ്ടാമത്തെ യൂണിവേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു എക്സ്മാൻ്റെ യൂണിവേഴ്സിൽ ടോബി മിഗറിന്റെ യൂണിവേഴ്സ് നശിപ്പിച്ച ആ ഒരു എക്സ്മാൻ ടീമിന്റെ യൂണിവേഴ്സ്, ആ ഒരു യൂണിവേഴ്സും കൂടെ വരുന്നുണ്ട്. ഷടാ, ഇതിൻ്റെ ഇടയ്ക്ക് അവന്മാരെന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർവൽസ് സിനിമയുടെ അവസാനം നമ്മുടെ മോണിക്ക റാംബോ ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരു എക്സ്മാൻ യൂണിവേഴ്സിലോട്ട് ചെല്ലുന്നുണ്ടല്ലോ. സോ മേ ബി അതുകൊണ്ടായിരിക്കാം ആ ഒരു യൂണിവേഴ്സും കൂടെ കൊളൈഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ എർത്ത് 616, 628 പിന്നെ ഒരു എക്സ്മാൻ്റെ യൂണിവേഴ്സ്, ഈ ഒരു 3 യൂണിവേഴ്സും കൂടെയാണ് കൊളൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ ഡോക്ടർ ഡൂമും റീഡ് റിച്ചാർഡ്സും കൂടി സ്റ്റീവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സോ താൻ കാരണം ഒരു യൂണിവേഴ്സ് തന്നെ നശിക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സ്റ്റീവ് പിന്നെ വെറുതെ ഇരിക്കത്തില്ലല്ലോ. സോ ഇവരെല്ലാം കൂടെ വീണ്ടും നമ്മുടെ സ്റ്റീവിന്റെ ഒറിജിനൽ യൂണിവേഴ്സ് ആയിട്ടുള്ള എർത്ത് 616 വരികയാണ്. അതെ, നമ്മൾ കണ്ടു വളർന്ന നമ്മുടെ മാർവൽ യൂണിവേഴ്സിലോട്ട്. അങ്ങനെയാണ് ഈ ഒരു തണ്ടർ ബോൾസിന്റെ അവസാനം ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഷിപ്പ് കാണിക്കുന്നില്ലേ, ആ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഷിപ്പിൽ നമ്മളെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീവും ഡോക്ടർ ഡൂമും തിങ്ങും കൂടെ വരുന്ന രീതിയിലാണ് ആ ഒരു സീക്വൻസ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ചുമ്മാ ഫണ്ടാസ്റ്റിക് ഫോർ ടീം മാത്രം വന്നു കഴിഞ്ഞാൽ ഈ ഒരു യൂണിവേഴ്സിലുള്ള അവഞ്ചേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്? ക്യാപ്റ്റൻ അമേരിക്ക തന്നെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ പ്ലാനറ്റ്സ് തമ്മിൽ കൊളൈഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവഞ്ചേഴ്സ് അത് വിശ്വസിക്കും, കാരണം ക്യാപ്റ്റനാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ ഡൂം. ഡോക്ടർ ഡൂമിന്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? തന്റെ ഉയർ നൻപനായിട്ടുള്ള ടോണി സ്റ്റാർക്കിന്റെ. സോ ആ ഒരു ഗതിക്ക് ക്യാപ്റ്റനെ കൺവിൻസ് ചെയ്യാൻ അത് ധാരാളമാണ്. അങ്ങനെ എർത്ത് 616 യൂണിവേഴ്സിലെ അവഞ്ചേഴ്സ് സൂപ്പർ ഹീറോസ് ടീമിനെയൊക്കെ കൺവിൻസ് ചെയ്ത് ഇനി എങ്ങനെ ഈ ഒരു ഇൻക്വേഷൻ അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നേരെ ആ ഒരു എക്സ്മാൻ യൂണിവേഴ്സിലോട്ട് പോയി അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. സമയം വൈകിക്കുന്നില്ല, ഈ ഒരു അവഞ്ചേഴ്സ് ടീം എല്ലാവരും കൂടെ ഇപ്പോൾ എക്സ്മാനെ മീറ്റ് ചെയ്യാൻ പോവാണ്, എക്സ്മാൻ്റെ ആ ഒരു യൂണിവേഴ്സിലോട്ട്. എന്നാൽ എക്സ്മാൻ്റെ യൂണിവേഴ്സിലോട്ട് ചെല്ലുമ്പോൾ അവന്മാർ വിചാരിക്കുന്നത് എന്താണ്? അവർ ഓൾറെഡി ടോബി മിഗറിന്റെ യൂണിവേഴ്സ് ഈ ഒരു ഇൻകേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നശിപ്പിച്ച് നാറാണക്കൽ എടുപ്പിച്ച് വെച്ചേക്കുവാണ്. സോ ആ ഒരു ഗതിക്ക് ഇവരുടെ യൂണിവേഴ്സിലോട്ട് കുറച്ച് സൂപ്പർ ഹീറോസ് വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഇവർ ചിന്തിക്കുന്നത് ഇവരെ കൊല്ലാൻ വരുന്നതാണെന്നാണല്ലോ. തൽഫലമായി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐക്കോണിക് ബാറ്റിലാണ്. അങ്ങനെ പോകെ ആ ഒരു ബാറ്റിൽ 2 ഭാഗത്തും സാമാന്യം നല്ല രീതിക്ക് തന്നെ ലോസ് ഉണ്ടാവും. അറ്റ് ലാസ്റ്റ് അവഞ്ചേഴ്സ് പ്രൊഫസർ എക്സിനെയും മാഗ്നറ്റോയെയും എങ്ങനെയൊക്കെയോ ഒന്ന് കൺവിൻസ് ആക്കി ആ ഒരു ബാറ്റിലിനെ അവസാനമാക്കുകയാണ്. അങ്ങനെ ഈ ഒരു 3 യൂണിവേഴ്സിലെ സൂപ്പർ ഹീറോസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരവരുടെ 3 പ്ലാനറ്റുകൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടിയുടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിലോട്ട് എത്തുവാണ്. ഓൾറെഡി ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് പടത്തിൽ ഗാലക്ടീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റീഡ് അവരുടെ പ്ലാനറ്റിനെ തന്നെ ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ പ്ലാൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ റീഡ് റിച്ചാർഡ്സും ഡോക്ടർ ഡൂമും ഒരുമിച്ച് ചേർന്ന് അവരുടെ പ്ലാനറ്റിനെ തന്നെ ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മിഷൻ തന്നെ ഉണ്ടാക്കി എടുക്കുവാണ്. അങ്ങനെ ഒരു പ്ലാനറ്റിനെ അവിടെ നിന്ന് ടെലിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കൂട്ടിയിടി ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഒരു സൈഡിൽ ഡോക്ടർ ഡൂമും റീഡ് റിച്ചാർഡ്സും ഒരുമിച്ച് ഈ ഒരു മിഷൻ ഉണ്ടാക്കുന്നതിന്റെ പരിപാടികളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ ക്യാപ്റ്റൻ അമേരിക്കൻ തോർ തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയാണ്. ലോക്കി മരിച്ചിട്ടില്ലെന്നും ക്യാപ്റ്റൻ അമേരിക്ക കാണാൻ വേണ്ടിയിട്ട് ലോക്കി വന്നായിരുന്നല്ലോ. സോ ആ കാര്യമൊക്കെ തോറുമായിട്ട് ഷെയർ ചെയ്യുവാണ്. സോ ലോക്കി മരിച്ചിട്ടില്ല എന്നൊരു കാര്യം അറിയുമ്പോൾ തന്റെ ഫാമിലിയിൽ ഒരാൾ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ തോർ ഓഫ് കോഴ്സ് ഹാപ്പി ആവാണ്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ ലോക്കിയെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ ലോക്കി ഒരു ടെമ്പാട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അത് വെച്ചിട്ട് ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കൻ തോറും കൂടെ ലോക്കിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അത് ആക്ടിവേറ്റ് ആക്കുമ്പോൾ തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നു. അതിനുള്ളിലൂടെ അവർ ചെന്ന് കയറി കൊടുക്കുന്നത് വേറെ എവിടെയുമല്ല, ടിവിയുടെ അടുത്തിട്ടാണ്. ടിവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി ക്യാപ്റ്റൻ അമേരിക്കൻ തോറും ഞെട്ടിത്തെളിച്ചു പോവാണ്. കാരണം അവിടെ ജീവനോടെ ആരും തന്നെ ഇല്ല, ഒരു രക്തക്കളവായിട്ട് മാറിയേക്കുവാണ്, എല്ലാവരും മരിച്ചേക്കുവാണ്. അവിടെ തന്നെ കുറച്ച് മാറിയിട്ട് ആ ഒരു മൾട്ടിവേഴ്സൽ ട്രീയും ഉണ്ട്, അതിനടുത്തായിട്ട് ലോക്കിയും മരിച്ചു കിടക്കുന്നതായിട്ട് കാണുവാണ് അവർ. ഡേഡേ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഡാർക്ക് അടിക്കുന്നുണ്ട്. തോറിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് തോറും ലോക്കിയും തമ്മിലുള്ള ചെറിയൊരു മീറ്റപ്പെങ്കിലും ഉണ്ടാവേണ്ടതാണ്. സോ ഈ ഒരു ഗതിക്ക് ഇതിനെ പടത്തി വരുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ക്യാപ്റ്റൻ അമേരിക്ക ഇതൊക്കെ കണ്ടിട്ട് ആകെ വല്ലാതാവാണ്. എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവാതെ തോറിനെ മുഖത്തോട്ട് നോക്കുന്നു. തോറിനും സെയിം ഫീലിംഗ് തന്നെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് തോറിനും മനസ്സിലാവുന്നില്ല. അറ്റ് ലാസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക അത് തിരിച്ചറിയുവാണ്. ഇതെല്ലാം അവൻ്റെ പ്ലാനാണ്. അവൻ്റെ പ്ലാനിനനുസരിച്ച് തുള്ളുന്ന വെറും പാവകൾ മാത്രമായിരുന്നു നമ്മൾ. തോറിന് കാര്യം ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കത്തുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ചോദിക്കുന്നു, ആരെപ്പറ്റിയാണ് നീ പറയുന്നത്? അപ്പോൾ ഇവിടെയാണ് വില്ലൻ്റെ എൻട്രി.
ഡോക്ടർ ഡൂമിന്റെ എൻട്രി. ഡൂം ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട കാര്യങ്ങളാണ്. ഡൂമിന്റെ പ്ലാൻ അനുസരിച്ച് ചുമ്മാ അവഞ്ചേഴ്സും എക്സ്മാനും തുള്ളി കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് മനസ്സിലാവുകയാണ്. ആ ഒരു ദേഷ്യത്തോടെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഡൂമിന്റെ അടുത്ത് ചോദിക്കുവാണ്, നീ എന്തിനാണ് ഇവരെയൊക്കെ കൊന്നത്, എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്താണ്? സോ ഇവിടെയാണ് ഡോക്ടർ ഡൂമിന്റെ ഫ്ലാഷ് ബാക്ക് നമ്മൾ കേൾക്കുന്നത്. എന്തിനാണ് ഡോക്ടർ ഡൂം ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലായിരുന്നല്ലോ നമ്മുടെ ഡോക്ടർ ഡൂം എക്സിസ്റ്റ് ചെയ്തിരുന്നത്. സോ അങ്ങനെ ഇരിക്കും ഒരു സമയത്ത് ഇൻകേഷനിലൂടെ നമ്മുടെ ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സ് മൊത്തത്തിൽ നശിക്കാൻ പോവാണെന്നുള്ളൊരു വാർത്ത ഡൂം അറിയുകയാണ്. റീഡ് റിച്ചാർഡ്സിന്റെ അടുത്തോട്ട് സഹായം ചോദിച്ച് ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഡോക്ടർ ഡൂം ഈ ഒരു ഇൻകേഷൻ തടയാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 പയറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഇൻകേഷൻ തടയുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു എക്സ്പെരിമെന്റിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ഫാമിലി തന്നെ മരിച്ചു പോവുകയാണ്. അങ്ങനെയാണ് ഡോക്ടർ ഡൂമിന്റെ മുഖത്ത് ഇങ്ങനെ കുറെ സ്കാർസ് ഒക്കെ വരുന്നത്. അങ്ങനെ ഈ ഒരു ഇൻകേഷന് കാരണക്കാരനായി തന്റെ ഫാമിലിയെ തന്നെ ഇല്ലാണ്ടാക്കുവാനായിട്ടുള്ള ഒരു കാരണമായി മാറി ഇത് വേറെ ആരും അല്ലല്ലോ, ഇപ്പൊ ഈ ക്യാപ്റ്റൻ അമേരിക്ക ആണല്ലോ. സോ ക്യാപ്റ്റൻ അമേരിക്കയോട് പുള്ളിക്ക് ഇപ്പൊ തീരാത്ത ദേഷ്യമാണുള്ളത്. കൺമുമ്പിൽ തന്റെ കുടുംബം ഇല്ലാതാവുന്നതിന്റെ വിഷമം നീയും അറിയണമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അമേരിക്കയുടെ മോനെ പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഡോക്ടർ ഡൂം കൊല്ലുവാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. റീഡ് റിച്ചാർഡ്സിന്റെ കൂടെ ചേർന്ന് ഡോക്ടർ ഡൂം ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മിഷൻ ഉണ്ടല്ലോ, ഈ ഒരു മിഷന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനറ്റ്സിനെ ടെലിപ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നല്ലോ. എന്നാൽ ഡോക്ടർ ഡൂം ഈ ഒരു മിഷനിൽ ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഈ ഒരു മിഷന്റെ മൊത്തത്തിലുള്ള ഒരു ഫോക്കസ് തന്നെ മാറ്റി എത്രയും വേഗം ഈ ഒരു നടക്കാൻ പോകുന്ന ഇൻകേഷനെ സംഭവിപ്പിച്ചിട്ട് അതിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന സർവൈവ് ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് ഒരു ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡോക്ടർ ഡൂമിന്റെ എയിം. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അവഞ്ചേഴ്സും എക്സ്മാനും ഫണ്ടാസ്റ്റിക് ഫോറും എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഡൂമിനെതിരെ ഒരു വലിയ ബാറ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തനിക്കെതിരെ തിരിയും എന്നുള്ളൊരു കാര്യമൊക്കെ ഡോക്ടർ ഡൂം മുമ്പേ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കീഴിൽ ഒരു ഡൂം ബോട്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആർമിയെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആർമിയിലുള്ളത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മൾട്ടിവേഴ്സുകളിൽ നിന്നുള്ള സൂപ്പർ ഹീറോസിന്റെ ഡൂമിന്റെ വേർഷൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഡൂം ബോട്ട്സിലുള്ളത്. അങ്ങനെ ഡൂമിന്റെ പ്ലാൻ സക്സസ് ആവുന്നു. ആ ഒരു വലിയ ബാറ്റിൽ അവഞ്ചേഴ്സ്, ഫണ്ടാസ്റ്റിക് ഫോർ, എക്സ്മാൻ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഡൂം തെരഞ്ഞു പിടിച്ച് കൊല്ലുവാണ്. അറ്റ് ലാസ്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ വെച്ചിട്ട് പുള്ളിയുടേതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നു, ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ബാറ്റിൽ വേൾഡിലേക്ക് മരിച്ചുപോയ എല്ലാ സൂപ്പർ ഹീറോസിനെയും പുള്ളി തിരിച്ചു കൊണ്ടുവരുവാണ്. എന്നാൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ആർക്കും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. അവരുടെ മെമ്മറി എല്ലാം മൊത്തത്തിൽ ഇറേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവരുടെ ലോകം, ഡൂമാണ് അവരുടെ ദൈവം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ സീക്രട്ട് വാർഡ്സിൽ ഇനിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലോട്ട് ലീക്ക് വഴി ലീക്കായിട്ടുള്ള ആ ഒരു ഡൂംസ്ഡേയുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ. ആൻഡ് ഇതുപോലെ തന്നെ പടത്തി വരുമെന്നല്ല, എന്നാൽ ഇതിൻ്റെ ഒരു സ്കെൽട്ടൺ, അതായത് ഈ ഒരു രൂപരേഖയിലൊക്കെ ഇവന്റ്സ് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് പടത്തിൽ. പക്ഷേ ഇതുപോലെയാണ് പടം വരുന്നത് എങ്കിലുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഡൂമിൻ്റെ ആ ഒരു വില്ലനിസത്തെ കറക്റ്റായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു വില്ലൻ മോഡ് ട്രാൻസ്ഫോം ആവുന്നത് പടത്തിൻ്റെ ആ ഒരു എൻഡിങ്ങിലോട്ട് അടുക്കുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. വീഡിയോയും കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്ന് തോന്നുന്നു. സോ എന്താണ് ഈ ഒരു ലീക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളും ഇനി നടക്കുവാണെങ്കിൽ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യവും ഇതിൽ ഏതൊരു എവന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.